അങ്ങനെ ഇവാൻ റോഡ്രിഗസും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവാൻ റോഡ്രിഗസ് പടിയിറങ്ങി. കൂടാതെ തന്നെ അഡ്രിയാൻ ലൂണ, നോവ സതോയി, തിയാഗോ ആൽവസ് തുടങ്ങിയ താരങ്ങളൊക്കെ ഓൾറെഡി പോയി. അഡ്രിയാൻ ലൂണയും നോവയും ലോണിലാണ് പോയത്. എന്നാൽ ഇനിയിപ്പോൾ ഇവാൻ റോഡ്രിഗസ് പോയി. ഇനി കോൾത്തോ ബീറ്റയും ഡൂസൻ ലഗാട്രോൾ ഇവർ രണ്ടുപേരും ഉടനെ പോകുമെന്ന് നമുക്ക് തോന്നുന്നു. ക്ലബ്ബ് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചു, താങ്ക് യു ഇവാൻ, ബ്ലാസ്റ്റേഴ്സ് ഇവാൻ റോഡ്രിഗസ് ഹാവ് മ്യൂച്വലി പരസ്പര ധാരണയോടെ അവർ വേർപിരിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കും എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിക്ക് ഓഫിൽ നമ്മളും ഉണ്ട് എന്ന് കൃത്യമായി കൺഫേം ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും ഇത്തവണത്തെ ISL കളിക്കും. പക്ഷേ പ്ലെയേഴ്സ് എവിടെയെന്നാണ് സംശയം. എന്തായാലും ഇന്ത്യൻ പ്ലെയേഴ്സിനെ വെച്ച് കളിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യൻ പ്ലെയേഴ്സിനെ വെച്ച് കളിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇതൊരു ടെസ്റ്റ് ഡോസ്ഡ് ടൂർണമെൻ്റ് എന്നൊക്കെ പറയാം. എല്ലാ ടീമുകൾക്കും ഇതൊരു ടെസ്റ്റ് ചെയ്യാനുള്ള ടൂർണമെൻ്റാണ്. ഇന്ത്യൻ പ്ലെയേഴ്സിനെയൊക്കെ വെച്ച് കളിച്ച് പോകാനേ പറ്റൂ. കാരണം പ്ലേയേഴ്സ് നിൽക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇത് ലോങ് ടൈം ടൂർണമെൻ്റ് ആയിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ നടത്താൻ നോക്കുന്നത്. അപ്പം ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISL കളിക്കും എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവാൻ റോഡ്രിഗസ് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്.